ഒരു കുട്ടി എല്ലാ ദിവസവും അവൻ്റെ ക്ലാസ്സിൽ താമസിച്ചേ കടന്നു വരത്തുള്ളൂ. അതുമാത്രമല്ല, പല സമയവും അവൻ ഉറക്കത്തിലുമായിരിക്കും. അതുകൊണ്ട് ആ ക്ലാസ് ടീച്ചർ അവനെ ഒത്തിരി വഴക്ക് പറയുകയും അടിക്കുകയും ക്ലാസ്സിൽ ഇരുന്ന് പുറത്താക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നു. ഈ ഒരു സാഹചര്യം നാം ചിന്തിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം? ഒരിക്കലും അവൻ്റെ സാഹചര്യം എന്താണെന്ന് ആ ടീച്ചറിന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. നാം ഒറ്റപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ മുഖാന്തരം ഭാരപ്പെടുമ്പോൾ, അതൊന്നും മനസ്സിലാക്കാതെ പലരും നമ്മളെ വഴക്ക് പറയാറുണ്ട്, നമ്മളെ ഒറ്റപ്പെടുത്താറുണ്ട്. എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സാഹചര്യം എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ അവസ്ഥയിൽ ഞാൻ എന്താണ് അനുഭവിക്കുന്നുള്ളത്, ഏത് ഫീലിങ്സിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ നാം സ്നേഹിക്കുന്ന, നാം വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് വചനം വ്യക്തമായിട്ട് പറയുന്നു. എബ്രായർ അതിൻ്റെ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ, പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുക, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു എന്ന്. ഈ വചനം പറയുന്നത്, നാം കടന്നുപോയ എല്ലാ സാഹചര്യത്തിലൂടെയും കടന്നുപോയൊരു ദൈവം നമുക്കുണ്ടെന്നാണ്. വേറൊരു സ്ഥലത്ത് ദൈവവചനം പറയുന്നു, പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അതിൻ്റെ അർത്ഥം, എൻ്റെ ഒറ്റപ്പെടുതൽ, ഞാൻ അനുഭവിക്കുന്ന വേദനയെ അതേപോലെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ദൈവം. ആരും എന്നെ മനസ്സിലാക്കാൻ ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴും, എൻ്റെ വിഷമങ്ങളെ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ, എൻ്റെ പ്രയാസങ്ങളെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നത്. അതുകൊണ്ട് നാം ഭാരപ്പെടണ്ട, നാം സങ്കടപ്പെടണ്ട. കാരണം എൻ്റെ ഫീലിങ്സിനെ അതേപോലെ മനസ്സിലാക്കുവാൻ എൻ്റെ ദൈവം ആ ഫീലിങ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനൊരു വലിയൊരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ഉറപ്പ്, ആ ധൈര്യത്തോടെ നമുക്ക് ജീവിക്കാം.